ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പാട്ടുകളും ആ പാട്ടുകളുടെ കൂടെ എന്നോടെന്നും ചേർന്ന് നിൽക്കുന്ന, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കുറച്ച് പാട്ടോർമ്മകളും ഞാൻ ഷെയർ ചെയ്യുകയാണ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇതേ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്നോ കേട്ടുമറന്ന പാട്ടുകളും ആ പാട്ടിൻ്റെ കൂടെ ഒരുപാട് ഓർമ്മകളും മുഖങ്ങളും മണങ്ങളും രുചികളും ഒക്കെ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ഒരേ വേവ് ലെങ്ത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ ഞങ്ങൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണിത്. എൻ്റെ മനസ്സിൽ ഈ പറയുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന കുറേ ഓർമ്മകളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. സമാന ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ ഇതേപോലെ അനുഭവങ്ങളുള്ള ഓർമ്മകളുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുക, കമൻ്റായി അറിയിക്കുക. ഇങ്ങനെയാണല്ലോ നമ്മൾ പല കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത്. ഓർമ്മകളും നമ്മളുടെ ഇഷ്ടങ്ങളുമൊക്കെ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അതിന് കൂടുതൽ മനോഹാരിത ഉണ്ടാവുന്നത്. ഞാൻ അധികം നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ഞാൻ ആദ്യം പറയുന്ന പാട്ട് താനേ പൂവിട്ട മോഹം എന്ന പാട്ടിനെ പറ്റിയാണ്. സസ്നേഹ എന്ന സിനിമയിൽ PK ഗോപി എഴുതി നമ്മുടെ പ്രിയങ്കരനായ ജോൺസൺ മാസ്റ്റർ ഈണമിട്ട് ശ്രീ വേണുഗോപാൽ ആലപിച്ച ഈ പാട്ട്, ഇതെപ്പോൾ എവിടെ ഏത് പാതിരാത്രിയിലും ഏത് നടുക്കടലിലും എവിടെ കൊണ്ടിട്ട് എന്നെ കേൾപ്പിച്ചു കഴിഞ്ഞാലും എൻ്റെ മനസ്സിലൊറ്റ പിക്ചറേ ഉള്ളൂ. ഞങ്ങൾ വയനാട്ടിൽ തലപ്പുഴയിൽ ചുങ്കത്ത് താമസിച്ച ആ വാടക വീടും ആ പരിസരവും അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക. എന്തുകൊണ്ടാണ് ഇത് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ധാരണയോ ഓർമ്മയൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പണ്ടത്തെ കാസറ്റ് ഇട്ട് നാഷണൽ ടേപ്പ് റെക്കോർഡറിൽ ഞങ്ങൾ സ്ഥിരമായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നൊരു പാട്ടാണിത്. അതുതന്നെ ആയിരിക്കാം ഇതിൻ്റെ ഈ പാട്ടും ഇതിൻ്റെ വരികളും ഇതിൻ്റെ സംഗീതമൊക്കെ മനസ്സിൽ അത്രയ്ക്കും വേരുറച്ച് പോയതാണ്. എനിക്ക് വേറൊരു ഓർമ്മയില്ല ഈ പാട്ട് കേൾക്കുമ്പോൾ. എൻ്റെ മനസ്സ് ഡയറക്റ്റ്ലി പുറമോട്ട് സഞ്ചരിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ്. അത് എന്താണെന്ന് അതറിയില്ല, അത് പലർക്കും അങ്ങനെയാണല്ലോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ വീടും ആ പരിസരവും അവിടുത്തെ പകലുകളും കൂട്ടുകാരും മഞ്ഞും കോടയും മഴയും ഒക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. നേരെ ആ വീടും പരിസരവും ഒക്കെയാണ് വരിക. അതിമനോഹരമായ പാട്ടാണ്. പാട്ടിനെ പറ്റിയൊന്നും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്ന പാട്ട് തന്നെയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക ഇത്തരം പാട്ടുകൾ. പല ഓർമ്മകളും നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാനുണ്ടാവും. ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തത് എനിക്ക് പറയാനുള്ളത് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഓലത്തുമ്പത്തിരുന്ന് ഊയലാടും ചെല്ല പൈങ്കിളി എന്നുള്ള പാട്ടാണ്. നമ്മുടെ ബിച്ചു തിരുമല സാറ് എഴുതി ഇളയരാജ സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയ പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഒരു ഓർമ്മ എനിക്ക് തെളിഞ്ഞു വരുന്നത്, ഞാൻ ആ സമയത്ത് തിരുവല്ലയിൽ വള്ളംകുളത്താണ് താമസിക്കുന്നത്. അപ്പം ഈ സിനിമ കാണാൻ എൻ്റെ വല്യച്ഛനാണ് എന്നെ കൊണ്ടുപോയത്. ആ പഴയ സൈക്കിളിൽ മുമ്പിലത്തെ ആ ഒരു ബാറിൽ എന്നെ ഇരുത്തി ഫസ്റ്റ് ഷോ കാണാൻ പോയ ഒരു ഓർമ്മയാണ് എനിക്കിത്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സിനിമകൾക്ക് പോയിട്ടുണ്ട്. വരുന്ന സിനിമകളൊക്കെ എന്നെ കൊണ്ട് കാണിച്ചിരുന്ന വല്യച്ഛൻ കുമാരച്ചനാണ്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടൊരു സിനിമയാണിത്. ഒരുപാട് സിനിമകൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോയതും എന്നെ മുമ്പിലിരുത്തിക്കൊണ്ട് സൈക്കിള് ചവിട്ടി പോകുന്നതും തിരിച്ചു വരുമ്പോൾ കയറ്റത്ത് പോലും എന്നെ താഴെ ഇറക്കാതെ പുള്ളി സൈക്കിള് ചവിട്ടുന്നതും ഇല്ല, എന്നെ കമ്പിയുടെ ബാറിൽ ആ മുകളിലിരുത്തിക്കൊണ്ട് കയറ്റം ഉന്തി കയറ്റുന്നതും അന്നേരം പറഞ്ഞു തരുന്ന കുറേ കഥകളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഈ പാട്ടിനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഓർമ്മയും വെളിച്ചിൻ്റെ കൂടെ അന്ന് പോയ ആ സിനിമകൾ തന്നെയാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന പാട്ട് ഒരുപാട് പേരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. അരണ്യങ്ങളുടെ വീടെന്ന സിനിമയിലെ മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന പാട്ട്. ഈ പാട്ടിന് പല ഒരു ഓർമ്മകൾ കണക്റ്റഡ് ആണ്. അതായത് ഈ പാട്ട് ആദ്യം കേൾക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടർ അടിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതുവരെ കേൾക്കാത്ത സ്റ്റൈലിലുള്ള ഒരു രവീന്ദ്ര മാഷിൻ്റെ ഒരു പാട്ടായിരുന്നത്.
ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ദാസേട്ടൻ എന്താ പറയുക, ഈ ഗന്ധർവനൊക്കെ വിളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാട്ട്. ഇത് കേട്ടിങ്ങനെ സ്റ്റണ്ടായി വണ്ടറടിച്ച് ഇരുന്നതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കാസറ്റിലാണല്ലോ ഇറങ്ങുന്നത്. നമ്മൾ ഈ രവീന്ദ്ര മാഷിൻ്റെ സംഗീതമുള്ള കാസറ്റുകൾ റിലീസാവുന്നു നോക്കിയിരുന്ന് ആദ്യത്തെ ദിവസം തന്നെ പോയി മേടിച്ച് ടേപ്പ് റെക്കോർഡിൽ ഇട്ടിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് അതിപ്പോഴത്തെ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ വേറൊരു ഓർമ്മയും കൂടിയുണ്ട്. ഈ പാട്ട് ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് ഷൈജുവിനെ പറ്റി പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ആ സമയത്ത് എനിക്കൊന്നു 10th ഒക്കെ കഴിഞ്ഞ്, 10th ആണോ +2 ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഈ പാട്ട് ഞങ്ങൾ രണ്ടുപേരും ടേപ്പ് റെക്കോർഡിൽ ഇങ്ങനെ കേട്ട് ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും അത്രയും ഞങ്ങളെ മനസ്സിനെ ടച്ച് ചെയ്തൊരു സോങ്ങാണിത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ, നമ്മളവിടെ കാങ്കോൽ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ കാങ്കോൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴയൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ പഴയൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരു B ക്ലാസ് C ക്ലാസ് തിയേറ്റർ. അത് ഇപ്പോൾ ഇല്ല. ഈ സിനിമ കാണാൻ, ഈ പാട്ട് കാണാൻ മാത്രം ഞങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് പോയി. അതായത് അന്ന് ഞങ്ങൾക്ക് ബസ്സിനോ ഒന്നല്ല നടന്നിട്ടാണ് പോയത്. ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പോയൊരു ഓർമ്മയാണ് എനിക്ക് ഈ പാട്ട്. ഞങ്ങൾ പതുക്കെ നടന്ന് കുറേ വയലിൽ കൂടെയൊക്കെ നടന്ന്, മെയിൻ റോഡ് വഴിയൊന്നും അല്ലാതെ ഏതൊക്കെയോ വഴികളിലൂടെ നടന്ന് ഞങ്ങൾ കാങ്കോലേക്ക് പോകുന്നു. ഒരു വൈകുന്നേരം പോയി ഈ സിനിമ കാണുന്നു. ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് മാത്രം. ഇതിൻ്റെ ഒരു ചിത്രീകരണവും ഇതിൻ്റെ തുടങ്ങുമ്പോൾ ഒരു നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഫീലാണ് ഈ പാട്ട് തരുന്നത്. അപ്പം അവനെ ഓർക്കാതെ എനിക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റാറില്ല. ഞങ്ങൾ അന്ന് പോയ യാത്രയും ഞങ്ങൾ ആവർത്തിച്ച് എൻ്റെ വീട്ടിലിരുന്ന് കേട്ടിരുന്നൊരു പാട്ടാണിത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്ത് ഷൈജു ഞാൻ ഒരുമിച്ചാണ് സിനിമയ്ക്കൊക്കെ പോയത്. ഞങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ, ഈ ഒരു കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങൾ കണ്ടപ്പോഴും, ഞങ്ങൾ അന്ന് പോയ ആ ഒരു സിനിമ കാണലിനെ പറ്റിയിട്ടും ഈ പാട്ടിനെ പറ്റിയിട്ടൊക്കെ കുറേ സംസാരിക്കേണ്ടായി. അടുത്ത പാട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കാം. ആ ഒരു കാലഘട്ടത്തിൽ ആ പാട്ട് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ആ പാട്ട് കേൾക്കുന്ന എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സോങ് തന്നെ ആയിരിക്കാം. ഞാനന്ന് 9th പഠിക്കുന്നത്. ആ സമയത്താണ് ഈ സിനിമ ഇറങ്ങിയത്. സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിലെ വിദ്യാസാഗർ സംവിധാനം ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന സോങ്. ഈ പാട്ടിന് ഒരു വല്ലാത്തൊരു റൊമാൻറ്റിക് പശ്ചാത്തലമുണ്ട്. എൻ്റെ ഓർമ്മകൾ ഈ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് മാനന്തവാടി കണിയാരം സ്കൂളും അവിടുത്തെ എൻ്റെ 2 വർഷത്തെ പഠനവും ആ ഗ്രൗണ്ടും അവിടുത്തെ ഒരുപാട് മുഖങ്ങളും ഓർമ്മയിൽ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന കുറേ നിമിഷങ്ങളൊക്കെയാണ്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്, കാണാറുണ്ട്. ചില ആൾക്കാരായിട്ട് കാണാറില്ല. ചില ആൾക്കാരെ കണ്ടിട്ട് 10-25 വർഷമായി. കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പാട്ട് നേരെ എന്നെ കൊണ്ടുപോകുന്നത് ആ കണിയാരം സ്കൂളിലെ മുറ്റത്തേക്കാണ്. അവിടുത്തെ ക്ലാസ് റൂമും ഒരുപാട് മുഖങ്ങളും സ്നേഹത്തിൻ്റെ ഒരുപാട് മുഖങ്ങളും ഒക്കെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ പാട്ട് അത്രയും സ്പെഷ്യലാണ് എനിക്ക്. അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ഈ പാട്ടിൻ്റെ പുറകിലുള്ള എൻ്റെ ഓർമ്മ, എൻ്റെ ആ 2 വർഷവും അവിടുത്തെ സുഹൃത്തുക്കളും ആ സ്കൂളും പല പല മുഖങ്ങളും മാത്രമാണ്. അടുത്തത് ഞാൻ പറയുന്നത് മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ടാണ്. ഈ മഴയത്ത് മുൻപേ എന്ന സിനിമ ഞാൻ കാണുന്നത് ഈ പറയുന്ന പോലെ വയനാട്ടിൽ ഉള്ള സമയത്ത് തന്നെയാണ്. സിനിമ ഇറങ്ങി ഞങ്ങൾ മാനന്തവാടിയിൽ പോയിട്ട് അത് കാണുന്നു. അതുവരെ ഒരു പക്കാ ലാലേട്ടൻ ഫാനായിരുന്ന ഞാൻ ഈ സിനിമ കണ്ടതോടുകൂടി ഒരു മമ്മൂട്ടി ഫാനായിട്ട് കൺവേർട്ടഡായി. അതിൻ്റെ ഒരു മാജിക് എനിക്കറിയില്ല. ആ മനുഷ്യൻ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ സ്ക്രീനിൽ വരുമ്പം ആ ഒരു കോളേജിലേക്ക് വരുന്ന ഒരു കാഴ്ചയിൽ തന്നെ ഞാനിങ്ങനെ വായും പൊളിച്ചിരുന്ന് അയാളുടെ ഫാനായ ഒരു എന്താ പറയുക, ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ പാട്ടിന് കേൾക്കുമ്പോൾ തോന്നുന്നത്. ആ ഒരു സിനിമയ്ക്ക് പോയതും ആ ഒരു തിയേറ്ററും, എനിക്കൊന്ന് മാനന്തവാടിയിലെ മാരുതി തിയേറ്ററിലാണ് ഇത് കണ്ടത്. എന്നെ മമ്മൂട്ടി ഫാനാക്കിയ ഒരു സിനിമയാണിത്. രവീന്ദ്ര മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ കൈതപ്രം എഴുതി ദാസേട്ടൻ ചിത്രയും കൂടെ പാടി സൂപ്പർ ഹിറ്റാക്കിയ കാലത്തെ മികച്ച ഒരു ഗാനമാണ് എന്തിന് വേറൊരു സൂര്യോദയം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള എൻ്റെ ഓർമ്മ ഇത് തന്നെയാണ്. കട്ട ലാലേട്ടൻ ഫാനായി എന്നെ ഒരു കട്ട മമ്മൂട്ടി ഫാനിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു സിനിമയും അതിലെ പാട്ടുകളൊക്കെയാണ് ഇത്. അതിൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അടുത്ത പാട്ട് ശരിക്കും നല്ല പഴയതാണ്. 72 ഇറങ്ങിയ
കടുവയെ പിടിച്ച കിടുവ എന്ന സിനിമയിലെ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീത സംവിധാനം ചെയ്ത് ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്. ചിരിയോ ചിരി എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. എനിക്ക് ശരിക്കും പാടാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാടി തരാത്തത്. ഞാൻ പാടിക്കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഇത്രയും പോലും ഈ വീഡിയോ കാണുന്നില്ല, അതുകൊണ്ട് ആണ് പാടിത്തരാത്തത്. ഞാനിതിൻ്റെ ചെറിയ സ്ക്രീൻ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഇതേതാണെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ശ്രീകാന്താണ്, അവൻ്റെ ഓർമ്മയാണ് എനിക്ക്. ഞങ്ങൾ ദുബായിൽ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ വല്ലപ്പോഴും വീക്കെൻഡിലെ സായാഹ്നങ്ങളിൽ കൂടാറുണ്ടായിരുന്നപ്പോൾ സ്ഥിരം ഞങ്ങൾ വെച്ചിരുന്നതും ഞങ്ങൾ പാടിയിരുന്നതുമായൊരു പാട്ടാണ് ചിരിയോ ചിരി എന്ന് പറയുന്നത്. ഞാനത് പാടിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും, അതുകൊണ്ടാണ് പാടാത്തത്. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തോ അവൻ വരുന്ന സമയത്ത് എനിക്ക് ഈ പാട്ട് വെക്കാനാണ് തോന്നാറുള്ളത്. ഭയങ്കര രസമുള്ള പാട്ടാണ്. ചിലമ്പണിഞ്ഞ തെക്കൻ കാറ്റിന് ചിരിയൊതുക്കാൻ മേല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട്. അപ്പം ഇത് പാടുമ്പോൾ അവൻ കൂടെ പാടും, അപ്പം ഞാനും പാടും. അങ്ങനെ ഈ പാട്ടിൻ്റെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്താണ്. അപ്പം നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പം സുഹൃത്തുക്കളിലേക്കും കാമുകിലേക്കും പല ആൾക്കാരിലേക്കൊക്കെയാണ് നമുക്ക് പോവുക. അപ്പം അത്തരത്തിൽപ്പെട്ട ഒരു പാട്ടാണിത്. ഈ പാട്ട് ചിരിയോ ചിരി എന്നുള്ള പാട്ട് എപ്പോഴും ഒരു ശ്രീകാന്ത് ഓർമ്മയാണ് എനിക്ക് സമ്മാനിക്കുന്നത് ഇത് കേൾക്കുമ്പോഴൊക്കെ. അടുത്ത പാട്ടും ഇത് കേൾക്കുമ്പോൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിനെ തന്നെയാണ് എൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ +2 പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ +2 ക്ലാസ്സിൽ എന്താ പറയുക, 2 ക്ലാസ്സുകൾ തമ്മിൽ അന്നേരം വേർതിരിച്ചിരുന്നത് ഈ വലിയ തടിയുടെ ബോർഡ് വെച്ചിട്ടാണ് 2 ക്ലാസ്സുകൾ തമ്മിൽ. അപ്പോൾ ഒരു ദിവസം ഞാനും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നു. അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നു. അപ്പം ഒരു പെൺകുട്ടിയാണ്, ഒരു നറു പുഷ്പമായി എന്നുള്ള പാട്ട് ഇങ്ങനെ പാടുന്നു. അപ്പം ഞങ്ങൾ അതിപ്പുറം കേട്ടിരുന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ എന്തോ ഒരു വരിയോ കാര്യങ്ങളോ എന്തോ മാറ്റി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ വരികൾ ആൾക്കാർ മാറ്റി പാടുമ്പം എനിക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തോ ഒരു ചെറിയ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ സമയത്ത് ഞാനത് അങ്ങോട്ട് പറഞ്ഞു. അപ്പം അതാണ് എൻ്റെ സുഹൃത്ത് ഷീജ. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പം എനിക്ക് അവളെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. അവൾ അത്യാവശ്യം നന്നായിട്ട് പാടുന്നൊക്കെയാണ്. അപ്പോൾ അവൾ അപ്പുറത്തിരുന്ന് പാടി, ഞാൻ ഇപ്പുറത്തിരുന്ന് കേട്ടു. എന്തോ ഒരു കാര്യം കേട്ടപ്പോൾ ഞാനത് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമല്ലോ, അതെൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദങ്ങൾ എന്താ പറയുന്നത്, +2 10th എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെൺകുട്ടികളായിട്ട് അധികം സൗഹൃദങ്ങളില്ല. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പിന്നീട് ആണ് ഭയങ്കരമായ സുഹൃത്തുക്കളായിട്ട് മാറിയത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണിത്. അന്ന് ആ പാട്ട് നീ പാടിയത് എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ONV സാറിൻ്റെ എഴുത്തിൽ രമേശ് നാരായണൻ സംഗീതം ചെയ്ത് ദാസേട്ടൻ വേറെ ലെവലാക്കിയൊരു പാട്ടാണ് ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനെ ആരുടേതാവാം എന്ന അതിമനോഹരമായ സോങ്. ഈ പാട്ട് എന്നെ നേരെ കൊണ്ടുപോകുന്നത് ഷീജയുടെ അടുത്തേക്കാണ്. അടുത്ത പാട്ട് വളരെ സ്പെഷ്യലാണ്. അതായത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് വെക്കുന്നൊരു പാട്ടാണ്. വീട്ടിൽ പല സന്ദർഭങ്ങളിലും എന്താ പറയുക വെച്ചുകൊണ്ടേയിരിക്കുന്ന പാട്ടാണ്. കുക്ക് ചെയ്യുമ്പോഴും ബാക്കി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ പാട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ, ഒരു മെയ് മാസ പുലരിയിൽ എന്നാണ് സിനിമയുടെ പേര്. ഭാസ്കരൻ മാഷ് എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് ദാസേട്ടനും ചിത്രയും കൂടെ പാടിയ ഒരു കിടുക്കൻ പാട്ടാണിത്. ഈ പാട്ടായിട്ട് എനിക്കുള്ള ഓർമ്മ തന്നെ ഞങ്ങൾ തമ്മിലുള്ള സമയങ്ങളിൽ എന്താ പറയുന്ന യാത്രകളിൽ സ്ഥിരമായി ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന, ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് മത്സരിക്കുന്ന ഒരു പാട്ടാണ് ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ എന്ന് പറഞ്ഞ പാട്ട്. അത് തന്നെയാണ് ഈ പാട്ടിൻ്റെ സ്പെഷ്യാലിറ്റിയും, അത് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയും. അടുത്ത പാട്ട് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന അതിമനോഹരമായ പ്രണയ ചിത്രത്തിലെ ഒരു പാട്ടാണ്. പക്ഷേ ഈ ഒരു പാട്ടിൻ്റെ ഓർമ്മ പ്രണയമായിട്ടല്ല എന്നെ റിലേറ്റ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ വയനാടൻ ഡ്രൈവുകളിലും എന്നെ അക്കമ്പനി ചെയ്യുന്നൊരു പാട്ടാണ് ആകാശമാകെ കണിമലർ എന്നുള്ള പാട്ട്. ആ സിനിമയിൽ മോഹൻലാൽ വലിയൊരു ടാങ്കർ ലോറിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴൊരു പാട്ടാണ്. അപ്പോൾ ഇതും ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂത്തുപറമ്പ് നെടുമ്പോയിലേക്ക് കഴിഞ്ഞ് ചുരം കയറി തുടങ്ങുമ്പം ഈ പാട്ടം കേടും. പിന്നെ വയനാട്ടിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടെ എത്തുമ്പോഴാണ് ഞാൻ ഓഫാക്കുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വിൻഡോയും തുറന്നിട്ട് നല്ല തണുത്ത കാറ്റും കേട്ട് ഈ പാട്ടും കേട്ട് വയനാട്ടിലുള്ള ഡ്രൈവ് അതൊരു ഡ്രീം ഡ്രൈവാണ്.
ഈ പാട്ടുമായിട്ടുള്ള എൻ്റെ സകല ഓർമ്മയും അത് തന്നെയാണ്. ഞാൻ വയനാട്ടിൽ എപ്പോഴൊക്കെ യാത്ര ചെയ്തിരുന്നു, അതും കൂടുതൽ ഒറ്റയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഈ പാട്ട് അങ്ങനെ വെക്കാറുള്ളത്. കൂടെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ പോവാം. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ ഈ പാട്ടാണ് ഏറ്റവും അധികം വെക്കാറുള്ളത്. അതെനിക്ക് തരുന്നൊരു എനർജി. പിന്നെ ആ വയനാട്ടിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തണുത്ത കാറ്റ്, ആ ഒരു പ്യുവർ ഓക്സിജൻ, ഈ പാട്ട്, അതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജോൺസൺ മാഷാണ് സംഗീതം, ONV ആണ് എഴുതിയിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഓർമ്മ അത് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അടുത്തൊരു പാട്ടെന്ന് പറയുന്നത് അതൊരു ഭക്തിഗാനമാണ്. ആ പാട്ടിൻ്റെ ഓർമ്മയിൽ എൻ്റെ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ. പുള്ളിക്കാരി മരിച്ചുപോയി, ഒരുപാട് വർഷമായി. ഞാൻ വല്യമ്മച്ചിയുടെയും വല്യച്ഛൻ്റെയും കൂടെയാണ് 2 ക്ലാസ് 2, 3, 4, 5 ക്ലാസ്സുകളൊക്കെ തിരുവല്ലയിൽ നിന്ന് പഠിച്ചത്. അപ്പം വല്യമ്മച്ചി ഞാൻ ഉറങ്ങാൻ നേരത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കും, എനിക്കിങ്ങനെ വീശിത്തരും, എൻ്റെ കാലിലൊക്കെ ഇങ്ങനെ തടവിത്തരും. എന്നിട്ട് ഈ പാട്ട് പാടും. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിയിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. എന്നിട്ട് ഈ പാട്ടിൻ്റെ വരികളൊക്കെ അർത്ഥങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അതായത് ഇത് ക്രിസ്തീയ ഭക്തിഗാനമാണ്. പുള്ളിക്കാരിക്ക് ഒരു ഹിന്ദു മതസ്ഥയാണെങ്കിലും ഈ ക്രിസ്തു മതത്തോടും അവരുടെ ബൈബിളിനോടും അതിൻ്റെ കഥകളോടും ഒക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ എനിക്ക് ആ സമയത്ത് പറഞ്ഞു തരും. ഈ പാട്ട് എനിക്ക് കേൾക്കുമ്പം പുള്ളിക്കാരുടെ ഒരു സ്പർശമാണ് എൻ്റെ ശരീരത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യുക. എൻ്റെ അടുത്തിരുന്ന് എൻ്റെ കാലിലൊക്കെ ഇങ്ങനെ തടവി. പിന്നെ എനിക്ക് പനി വന്ന് കിടക്കുമ്പോൾ അടുത്തിരുന്ന് ഒരു പ്രാർത്ഥന പോലെ ഈ പാട്ടിങ്ങനെ പാടി എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ തടവി തരുന്നതും എൻ്റെ നെറ്റിക്കൊക്കെ ഇങ്ങനെ കൈവച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഓർമ്മയാണ്. ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വല്യമ്മച്ചിയാണ്. ഇനി ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷേ അതൊക്കെ ഇനിയും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പാട്ട് ഓർമ്മകൾ കാണും. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ഓർമ്മകൾ ഷെയർ ചെയ്യുക. ഓർമ്മകൾ ഷെയർ ചെയ്യാനുള്ളതാണ്. അത് പിന്നെയും ഒരിക്കലും മറക്കാതെ നമ്മളുടെ മനസ്സിൽ കിടക്കാൻ അത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ മൊത്തത്തിൽ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പാട്ടും ഈ പാട്ടോർമ്മകളും ഈ പാട്ടിനോടുള്ള സ്നേഹവും എല്ലാം അച്ഛനിൽ നിന്ന് കിട്ടിയാണ്. പുള്ളിയാണ് നമ്മളിലേക്ക് ഒരു പാട്ട് പുസ്തകം എന്ന് പറയുന്നത്. അപ്പം ഈ പാട്ടിൻ്റെ ഒരു കഥകൾ പറയുമ്പം പുള്ളിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററോ ഒരു സംസാരമോ സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്നാലും വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.